ഇന്ന് ഭയങ്കര മടിയുള്ള ദിവസമായിരുന്നു. മടിയുള്ള ദിവസമാണെന്ന് പറഞ്ഞ് കിടക്കാൻ പറ്റുമോ? എന്തെങ്കിലും കഴിക്കാൻ ഉണ്ടാക്കണം. അപ്പോൾ നമുക്ക് ഈ രാവിലത്തെയും രാത്രിയത്തെയും ഭക്ഷണം ഒന്നും കിട്ടിയിട്ടില്ലെങ്കിലും സാരമില്ല, ഉച്ചക്കത്തെ ചോറ് സ്കിപ്പാക്കാൻ പറ്റില്ല, അത് നിർബന്ധം. വലിയ ആഡംബരമായിട്ടൊന്നും ഇല്ലെങ്കിലും ഒരു ചോറ് എന്തായാലും വേണം. അപ്പോൾ ഇന്ന് വലിയ പ്ലാനിങ് ഒന്നും ഇല്ലാതെയാണ് കിച്ചണിൽ കയറിയത്. അപ്പോൾ കിട്ടിയത് കേബേജ് ആയിരുന്നു. അത് കുറച്ച് പാടാറായിട്ടുള്ള കേബേജ് ആയിരുന്നു. അപ്പോൾ നാളത്തേക്ക് വെക്കാൻ എന്തായാലും പറ്റില്ല. അങ്ങനെ കേബേജ് തോരൻ ഉണ്ടാക്കാമെന്ന് കരുതി. അങ്ങനെ ഇതാ കേബേജൊക്കെ ചോപ്പ് ചെയ്ത് വെച്ച് ഉള്ളിയും മുളകും പിന്നെ അതേപോലെ തന്നെ തേങ്ങയും മഞ്ഞപ്പൊടി ഉപ്പൊക്കെ ഇട്ട് ഒന്ന് ചട്ടി കച്ചിട്ട് അതിലിട്ട് വെച്ചു. ഇനി അത് വേകുന്നതും നോക്കിയിട്ട് സമയം കളയേണ്ട ആവശ്യമില്ലല്ലോ. അത് അവിടുന്ന് ലോ ഫ്ലെയിമിൽ വെന്തോട്ടെ, നമുക്ക് അപ്പോഴത്തേക്കും കറി ഉണ്ടാക്കാം. അപ്പോൾ കറിക്കാര് കിട്ടിയത് മത്തിയാണ്. വലിയ ഫ്രഷ് മത്തിയൊന്നുമല്ല, എന്നാലും കറി ഉണ്ടാക്കാം. അപ്പോൾ മത്തി ഒന്ന് തേങ്ങ അരച്ച് വെക്കാമെന്ന് കരുതി. അങ്ങനെ തേങ്ങയിലേക്ക് കുറച്ച് മുളക് പൊടിയും പിന്നെ അതേപോലെ തന്നെ മഞ്ഞപ്പൊടിയും പിന്നെ കുറച്ച് ചെറിയുള്ളി ഉണ്ടായിരുന്നു, അങ്ങനെ ചെറിയുള്ളി ഇട്ട് കൊടുത്തു. പിന്നെ മല്ലിപ്പൊടിയും കൂടി ഇട്ടിട്ട് പിന്നെ വലിയ ജീരകം കൂടി ഇട്ടിട്ട് ഒന്ന് മിക്സ് ആക്കി എടുക്കാം. ഞാനിങ്ങനെ മീൻകറി വെക്കുമ്പോൾ ജീരകം ഇടാറില്ല. അപ്പോൾ ഇന്ന് എന്തായാലും അങ്ങനെ ഒന്ന് ഉണ്ടാക്കി നോക്കാമെന്ന് കരുതി. അപ്പോൾ ഇത് ചട്ടി അടുപ്പത്ത് വെച്ച് അതിലേക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്ത് ഉലുവയും കടുകും ഇട്ട് കൊടുത്ത് ഒന്ന് പൊട്ടിക്കഴിഞ്ഞിട്ട് അതിലേക്ക് നമ്മൾ സവാളയും പിന്നെ തക്കാളിയും പിന്നെ പച്ചമുളകും ഇട്ടിട്ട് ഒന്ന് വാട്ടിയെടുക്കാം. ഇനി അത് നന്നായിട്ട് വാടിക്കഴിഞ്ഞാൽ അതിലേക്ക് നമ്മൾ പുളിവെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. പിന്നെ കുറച്ച് മുളക് പൊടി മഞ്ഞപ്പൊടി ഉപ്പൊക്കെ ഇട്ട് കൊടുത്തിട്ട് നമ്മൾ ഈ അരപ്പും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതൊന്ന് തിളച്ചതിന് ശേഷം അതിലേക്ക് മീനും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അങ്ങനെ കറി റെഡിയായി. ഇനി അതൊന്ന് മാറ്റി വെക്കാം. പിന്നെ കുറച്ച് പപ്പടം കൂടി പൊരിച്ചെടുത്തു. അതോടെ ഇന്നത്തെ ഉച്ചക്കത്തത് സെറ്റായി.